Welcome to BioGlobe. If you like this channel, please share and subscribe. Today we are going to discuss about nutritional types of bacteria or the classification of microorganisms based on nutrition. Myself Mohammad Jasil, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. The first classification of organisms is based on the energy source. Mainly, the bacteria or organisms are classified into two types on the basis of energy source. The first one is known as phototrophs, second one is chemotrophs. The first one, phototrophic organisms. The organisms which can utilize light as their energy source are called phototrophs. ഇപ്പോൾ ലൈറ്റിനെ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുന്ന ഓർഗാനിസത്തിനെ നമ്മൾ ഫോട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറയുന്നു. ദീസ് ബാക്ടീരിയ ഗെയിൻ എനർജി ഫ്രം ലൈറ്റ്. ഈ ബാക്ടീരിയക്ക് പ്രധാനമായിട്ടും എനർജി കിട്ടുന്നത് ലൈറ്റിൽ നിന്നാണ്. എക്സാമ്പിൾ റോഡോബാക്ടർ ക്യാപ്സുലാറ്റസ്, ദെൻ ക്രൊമാറ്റിയം. ദെൻ സെക്കൻഡ് വൺ കീമോട്രോഫിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ കീമോട്രോഫിക് ബാക്ടീരിയ. These bacteria gain energy from chemical compounds or they cannot carry out photosynthesis. ഇവർക്ക് പ്രധാനമായിട്ടും കെമിക്കൽ കോമ്പൗണ്ട്സ് നിന്നാണ് എനർജി കിട്ടുന്നതെങ്കിൽ അവരെ കീമോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നു. എക്സാമ്പിൾ തയോബാസില്ലസ് തയോക്സിഡൻസ്, ദാറ്റ് ഈസ് ദ സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ. ദെൻ സയനോ ബാക്ടീരിയ. Next classification is on the basis of electron source. Mainly, organisms are classified into two types on the basis of electron source. Electron source ന്റെ ബേസിൽ ഓർഗാനിസത്തിനെ രണ്ടാക്കി തരംതിരിക്കാം. ഒന്ന് ലിത്തോട്രോഫിക് ബാക്ടീരിയ, സെക്കൻഡ് വൺ ഓർഗനോട്രോഫിക് ബാക്ടീരിയ. ലിത്തോട്രോഫിക് ബാക്ടീരിയ ആർ they use reduced organic compounds as electron donors are called lithotrophs. അപ്പോൾ റെഡ്യൂസ്ഡ് ഓർഗാനിക് കോമ്പൗണ്ടിനെ ഇലക്ട്രോൺ ഡോണറായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ ലിത്തോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നു. ലിത്തോട്രോഫിക് ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, കീമോലിത്തോട്രോഫിക് ബാക്ടീരിയ ആൻഡ് ഫോട്ടോലിത്തോട്രോഫിക് ബാക്ടീരിയ. ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇലക്ട്രോൺ സോഴ്സ് ഈസ് ഓർഗനോട്രോഫിക് ബാക്ടീരിയ. എന്താണ് ഓർഗനോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ they use organic compound as electron donors are called organotrophic bacteria. അവരെന്ത് ചെയ്യുന്നു? ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് പറയുന്നു? ഓർഗനോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നു. ഓർഗനോട്രോഫിക് ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, കീമോ ഓർഗനോട്രോഫിക് ബാക്ടീരിയ ആൻഡ് ഫോട്ടോ ഓർഗനോട്രോഫിക് ബാക്ടീരിയ. എന്താണ് ഫോട്ടോലിത്തോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാക്ടീരിയ ഗെയിൻ എനർജി ഫ്രം ലൈറ്റ്. ലൈറ്റിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? എനർജി കിട്ടുന്നുണ്ട്. ആൻഡ് യൂസ് റെഡ്യൂസ്ഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് H2S ആസ് ദെയർ ഇലക്ട്രോൺ സോഴ്സ്. അവരുടെ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് വരുന്നത് എന്താണ്? H2S ആണ്. എക്സാമ്പിൾ ക്രൊമാറ്റിയം ഒക്കെ, ഇനി പർപ്പിൾ ബാക്ടീരിയ, ദെൻ ഗ്രീൻ ബാക്ടീരിയ. Second one, photoorganotrophic bacteria. These bacteria gain energy from light and use organic compounds like succinate as a source of electron. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും എനർജി കിട്ടുന്നത് ലൈറ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷെ സക്സിനേറ്റ് പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ അവർ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാരെ എന്ത് പറയുന്നു? ഫോട്ടോ ഓർഗനോട്രോപ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ റോഡോസ്പൈറില്ലം. ഇനി അടുത്ത ബാക്ടീരിയ ആണ് കീമോലിത്തോട്രോഫിക് ബാക്ടീരിയ. ദിസ് ബാക്ടീരിയ ഗെയിൻ എനർജി ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് അമോണിയ ആസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്നാണ് ഇവർക്ക് എനർജി കിട്ടുന്നത്. ഏതൊക്കെ? അമോണിയയെ അവർ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. കീമോലിത്തോട്രോഫിക് ബാക്ടീരിയ. എക്സാമ്പിൾ നൈട്രോസോമോണാസ് ബാക്ടീരിയ. ദെൻ കീമോ ഓർഗനോട്രോഫിക് ബാക്ടീരിയ. These bacteria gain energy from organic compounds. Organic compounds എന്നാണ് അവർക്ക് എനർജി കിട്ടുന്നത്. such as glucose and amino acid as a source of electron. അപ്പോൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഇവയൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ സ്യൂഡോമോണാസ്, സ്യൂഡോഫ്ലോറ. ചില ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ക്യാൻ ലിവ് എയ്തർ കീമോലിത്തോട്രോപ്സ് ഓർ കീമോ ഓർഗനോട്രോഫ്.
ചിലപ്പോൾ ഒരു കീമോലിത്തോട്രോഫ് ആയിരിക്കും, അല്ലെങ്കിലോ അവർ കീമോ ഓർഗനോട്രോഫ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് വരുന്നതാണ് സ്യൂഡോമോണാസ്, സ്യൂഡോഫ്ലോറ. ദേ യൂസ് എയ്തർ ഗ്ലൂക്കോസ് ഓർ H2S ആസ് ദെയർ ഇലക്ട്രോൺ സോഴ്സ്. ഒന്നുകിൽ ഗ്ലൂക്കോസിനെയോ അല്ലെങ്കിൽ H2Sനെയോ അവർ ഇലക്ട്രോൺ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് കാർബൺ സോഴ്സ്, കാർബൺ സോഴ്സിൻ്റെ ബേസിൽ ബാക്ടീരിയനെ എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താം? ഒന്ന് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, രണ്ട് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ഓട്ടോട്രോഫിക് ബാക്ടീരിയയും രണ്ട് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയും. ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ബാക്ടീരിയ സിന്തസൈസ് ഓൾ ദെയർ ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസ്. ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്നാണ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് ഇപ്പോൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നത്? H2O, കാർബൺ ഡയോക്സൈഡ്, H2S, സാൾട്ട്, എക്സെട്ര. Then autotrophic bacteria can be classified into two types, photoautotrophic bacteria and chemoautotrophic bacteria. ഇനി എന്താണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ബാക്ടീരിയ ക്യാപ്ചർ എനർജി ഫ്രം സൺലൈറ്റ്. ഇവർക്ക് പ്രധാനമായിട്ടും എനർജി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. അത് അവർ കെമിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് പ്രോസസ് കാർബൺ ഡയോക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്. കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ വരുന്നത് ഹൈഡ്രജൻ ഡോണർ എന്ന് പറഞ്ഞത് ഇവിടെ വാട്ടറാണ്. ആൻഡ് ദ പ്രോസസ് പ്രൊഡ്യൂസ് ഫ്രീ ഓക്സിജൻ. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഓട്ടോട്രോഫിൻ്റെ പ്രത്യേകത ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് അവിടെ സെല്ലിൽ ഉണ്ടായിരിക്കും. മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ചറിങ് ദ സൺലൈറ്റ്. എക്സാമ്പിൾ സയനോ ബാക്ടീരിയ. സം ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആർ അനേറോബ്. ചില ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ അനേറോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ബാക്ടീരിയോ ക്ലോറോഫിലും ബാക്ടീരിയോ വിറിഡിൻ ഉണ്ടായിരിക്കും. പിഗ്മെൻസും അവരിൽ ഉണ്ടായിരിക്കും. ഇനി ഫോട്ടോ ഓട്ടോട്രോഫിൽ വരുന്ന അടുത്തൊരു കാറ്റഗറിയാണ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ. എക്സാമ്പിളായിട്ട് പെടുത്താവുന്നതാണ്. പർപ്പിൾ സൾഫർ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ടായിരിക്കും? ബാക്ടീരിയോ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൽ ബാക്ടീരിയോ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ തൈലക്കോയിഡ് എന്ന് പറയും. ദീസ് ബാക്ടീരിയ ഒബ്റ്റെയിൻ എനർജി ഫ്രം സൾഫർ കോമ്പൗണ്ട്. സൾഫർ കോമ്പൗണ്ടിൽ നിന്നാണ് ഈ പർപ്പിൾ സൾഫർ ബാക്ടീരിയക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് ക്രൊമാറ്റിയം, തിയോപെഡിയ റോസിയ, തയോസ്പൈറില്ലം. ഇനി അതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ബാക്ടീരിയയാണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2S ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഡോണറായിട്ട് ഇവർ H2S ഉപയോഗിക്കുന്നു. ഇത് നടക്കുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിൽ തന്നെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ പിഗ്മെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് ബാക്ടീരിയോ വിറിഡിൻ, അതുപോലെ തന്നെ ബാക്ടീരിയോ ഫിയോഫൈറ്റിൻ, അതുപോലെ തന്നെ ക്ലോറോബിയം ക്ലോറോഫിൽ. ഇവയൊക്കെയാണ് ഇവർ പിഗ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നത് ക്ലോറോബിയം ലിംകോള, ക്ലോറോ ബാക്ടീരിയം, എക്സെട്ര. ഇനി ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ ഇനോർഗാനിക് സോഴ്സ് ആയിട്ടുള്ള സൾഫൈഡ്, തയോസൾഫൈറ്റ് ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ എടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ ബാക്ടീരിയ നമ്മൾ എന്തറിയപ്പെടുന്നു? ഫോട്ടോ ലിത്തോഗ്രാഫ് എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീമോ ഓട്ടോട്രോഫ്സ്. അതായത് ഫോട്ടോ ഓട്ടോട്രോഫ് കഴിഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയാണ് കീമോ ഓട്ടോട്രോഫ്. ദീസ് ബാക്ടീരിയ ഡു നോട്ട് റിക്വയർ ലൈറ്റ്. ഇവർക്ക് എന്ത് വേണ്ട? ലൈറ്റ് വേണ്ട. ആൻഡ് പിഗ്മെൻറ്റ് ഫോർ ദെയർ ന്യൂട്രീഷൻ. ലൈറ്റും പിഗ്മെൻ്റ് ഒന്നും ഇവർക്ക് എന്തിനു വേണ്ട? ന്യൂട്രീഷന് വേണ്ട. ദീസ് ബാക്ടീരിയ ഓക്സിഡൈസ് certain inorganic substances with the help of atmospheric oxygen. ഇവരെന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചില ഇനോർഗാനിക് സബ്സ്റ്റൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ കീമോ ഓട്ടോട്രോഫ്സിൽ തന്നെ വരുന്ന അടുത്ത കുറച്ച് കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമത്താണ് സൾഫോമോണാസ് അല്ലെങ്കിൽ സൾഫർ ബാക്ടീരിയ. These bacteria obtain energy by oxidation of elemental sulfur by H2S. H2Sന്റെ സഹായത്തോടു കൂടി സൾഫറിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി കിട്ടുന്നതാണ് സൾഫോമോണാസ് ബാക്ടീരിയ. എക്സാമ്പിളായിട്ട് വരുന്നതാണ് തയോബാസില്ലസും ബെജിയറ്റോവയും. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ എലമെൻ്റൽ സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ അതുപോലെ തന്നെ ഡീനൈട്രിഫയിങ് സൾഫർ ബാക്ടീരിയ ഓക്സിഡൈസ് എലമെൻ്റൽ സൾഫർ ടു H2SO4. അപ്പോൾ ഇവരെന്താ ചെയ്യുക വെച്ചാൽ സൾഫറിനെ എന്താക്കി ഓക്സിഡൈസ് ചെയ്യും, H2SO4 ആക്കി ഓക്സിഡൈസ് ചെയ്യും. ഏതൊക്കെ ബാക്ടീരിയ? സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയയും ഡീനൈട്രിഫയിങ് സൾഫർ ബാക്ടീരിയയും. ഇനി അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് തയോബാസില്ലസ് ഡീനൈട്രിഫിക്കൻസ്. ഇനി ഈ കീമോ ഓട്ടോട്രോഫിൽ തന്നെ വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ആളുണ്ട്, സൾഫൈഡ് ഓക്സിഡൈസിങ് ബാക്ടീരിയ. ദീസ് ബാക്ടീരിയ ഓക്സിഡൈസസ് H2S. H2Sനെ ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് സൾഫറിനെ റിലീസ് ചെയ്യും. എക്സാമ്പിളായിട്ട് വരുന്നതാണ് ബെജിയോറ്റോവ എന്ന് പറയും. അതിൽ ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സൾഫോമോണാസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹൈഡ്രോമോണാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബാക്ടീരിയ എന്ന് പറയും. ദീസ് കൺവേർട്ട് ഹൈഡ്രജൻ ഇൻ ടു വാട്ടർ. ഇവർക്ക് ഹൈഡ്രജനെ വാട്ടറായി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് ബാസില്ലസ് പാൻറ്റോട്രോഫസ്, ഹൈഡ്രോജിനോമോണാസ്. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്? ഹൈഡ്രോമോണാസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ഫെറോമോണാസ് ഉണ്ട്. എന്താ ഫെറോമോണാസ് അല്ലെങ്കിൽ അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ പ്രധാനമായിട്ടും വാട്ടറിലാണ് കാണപ്പെടുന്നത്. അത് എനർജി എങ്ങനെ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് ഫെറസ് കോമ്പൗണ്ട് ഇൻറ്റു ഫെറിക് ഫോം. ഫെറസ് കോമ്പൗണ്ടിനെ ഫെറിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യും. എക്സാമ്പിൾ തയോബാസില്ലസ് ഫെറോക്സിഡൻസ്, ഫെറോബാസില്ലസ് ലെപ്റ്റോത്രിക്സ് എന്നൊക്കെ പറയും. ഇനി അടുത്തൊരു കാറ്റഗറി ഉണ്ട് മെത്തനോമോണാസ്. എന്താ ഈ മെത്തനോമോണാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീഥേൻ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയക്ക് പ്രധാനമായിട്ടും എനർജി കിട്ടുന്നത് മീഥൈനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് മെത്തനോകോക്കസ്, മെത്തനോസാർസിനെ, മെത്തനോസ്പൈറില്ലം. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് നൈട്രോസോമോണാസ് അല്ലെങ്കിൽ നൈട്രിഫയിങ് ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് എനർജി കിട്ടുന്നത് അമോണിയനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ്, അതായത് നൈട്രജൻ കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഈ നൈട്രോസോമോണാസ് ഓക്സിഡൈസ് അമോണിയ ഇൻറ്റു നൈട്രൈറ്റ്. അതുപോലെ തന്നെ നൈട്രോബാക്ടർ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് നൈട്രൈറ്റ് ടു നൈട്രേറ്റ്. അപ്പോൾ ഇതൊക്കെ ആരെ സഹായിക്കണത്? നൈട്രോസോമോണാസ് അല്ലെങ്കിൽ നൈട്രിഫയിങ് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കാം. ഇനി വേറൊന്നുണ്ട്, കാർബൺ ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് കാർബൺ മോണോക്സൈഡ് ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് വരുന്നതാണ് ബാസില്ലസ് ഒലിഗോ കാർബോഫില്ലസ്, അതുപോലെ തന്നെ ഒലിഗോട്രോഫ കാർബോക്സിയോറൻസ്. അപ്പോൾ ഇത്രയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ ഫോട്ടോട്രോഫിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ഏത്? കാർബൺ സോഴ്സിൻ്റെ ബേസിലുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് ഏത്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ obtain their ready-made food from organic substances living or dead. അപ്പോൾ ലിവിങ്ങോ അല്ലെങ്കിൽ ഡെഡോ ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്ന് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? അവരുടെ ഫുഡ് കിട്ടുന്നു. മോസ്റ്റ് പാത്തോജനിക് ബാക്ടീരിയ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഹെറ്ററോട്രോഫ്. അപ്പോൾ പ്ലാന്റ്സിലും ആനിമൽസിലും ഹ്യൂമൻസിലൊക്കെ കാണപ്പെടുന്ന മിക്ക പാത്തോജനിക് ആയിട്ടുള്ള ആളുകളും എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ചില ഹെറ്ററോട്രോഫിക് ബാക്ടീരിയക്ക് സിമ്പിൾ ന്യൂട്രിയൻസ് മാത്രം മതി. എന്നാൽ ചില VIP-കളായിട്ടുള്ള ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. അവർക്ക് എന്ത് വേണം? വൈറ്റമിനൊക്കെ വളരെ കൂടിയ അളവിൽ വേണം, ഗ്രോത്ത് ഫാക്ടറുകളൊക്കെ വേണം. അത്തരത്തിലുള്ള ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരെ ഫാസ്റ്റീഡിയസ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നു. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയനെ നമുക്ക് വേണമെങ്കിൽ മൂന്നാക്കി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫോട്ടോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇവരുടെ പ്രത്യേകത, ഇവർ ലൈറ്റ് എനർജിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, പക്ഷേ കനോട്ട് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് ദെയർ സോഴ്സ് ഓഫ് കാർബൺ. ഇവർ കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ല ഇവരെന്ത് ചെയ്യണത്? കാർബൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദേ ഒബ്റ്റെയിൻ എനർജി ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ് ടു സാറ്റിസ്ഫൈ ദെയർ കാർബൺ. അപ്പോൾ ഇവർ കാർബൺ സോഴ്സ് ആയിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓർഗാനിക് കോമ്പൗണ്ടിനെയാണ് ഉപയോഗിക്കുന്നത്.
ബാക്ടീരിയോ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദിസ് ബാക്ടീരിയ. അപ്പോൾ നമ്മളെ ഫോട്ടോ ഹൈഡ്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയാസിൽ എന്തുണ്ട് മക്കളെ? ബാക്ടീരിയോ ക്ലോറോഫിൽ ഉണ്ട്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ, അതായത് റൊഡോസ്പൈറില്ലം, റൊഡോമൈക്രോബിയം, റൊഡോസ്യൂഡോമോണാസ്, പലുസ്ട്രീസ്. ഇതാണ് എന്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്? നമ്മുടെ ഫോട്ടോ ഹെട്രോട്രോഫിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി കീമോ ഹെട്രോട്രോഫ്സ് ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. എന്താണ് കീമോ ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദേ ഒബ്റ്റെയിൻ ബോത്ത് കാർബൺ ആൻഡ് എനർജി ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? പിന്നെ കാർബണും അതുപോലെ തന്നെ എനർജിയും എന്തെന്നാണ് കിട്ടുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് കിട്ടുന്നത്, വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് അല്ലേ. അപ്പോൾ കീമോ ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ പറഞ്ഞത്? കീമോ ഹെട്രോട്രോഫ്സ് ഒബ്റ്റെയിൻ ബോത്ത് കാർബൺ ആൻഡ് എനർജി ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? കാർബൺ സോഴ്സും എനർജി സോഴ്സും കിട്ടുന്നത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ഗ്ലൂക്കോസ്, ഇതിനൊക്കെയാണ് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ദർ ആർ 3 മെയിൻ കാറ്റഗറീസ് that differ in how chemo heterotrophs obtain their organic nutrients. അപ്പോൾ ഓർഗാനിക് ന്യൂട്രിയൻസ് കീമോ ഹെട്രോട്രോപ്സിന് എങ്ങനെ കിട്ടുന്നു എന്നതിനനുസരിച്ച് അവരെ വേണമെങ്കിൽ മൂന്നാക്കാം. ഏതൊക്കെയാണ്? 1 സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, 2 പാരസൈറ്റിക് ബാക്ടീരിയ, 3 സിംബയോട്ടിക് ബാക്ടീരിയ. എന്താണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദേ ഒബ്റ്റെയിൻ ദെയർ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഓർഗാനിക് ഡീക്കേയിങ് മാറ്റർ. അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് ഫുഡ് കിട്ടുന്നത് ഡെഡ് അല്ലെങ്കിൽ ഡീക്കേയിങ് മാറ്ററാണ്. ലീവ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആനിമൽ ഫീക്കസ്, ലെതർ, ഹ്യൂമസ് എക്സെട്ര. ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഫുഡ് പാർട്ടിക്കിൾ കിട്ടുന്നത്. സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ചില എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? ടു ഡൈജസ്റ്റ് ദ ഫുഡ് ആൻഡ് അബ്സോർബ് ഇറ്റ്. അപ്പോൾ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചില എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദീസ് എൻസൈംസ് ബ്രേക്ക് ഡൗൺ ദ കോംപ്ലക്സ് പാർട്ടിക്കിൾസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ ഇൻ ടു സിമ്പിൾ കോമ്പൗണ്ട്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് സിമ്പിൾ കോമ്പൗണ്ട് ആക്കി മാറ്റുന്നത് ആരാണ്? സാപ്രോഫൈറ്റിക് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈംസ് ആണ്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് ബാസില്ലസ് മൈക്കോയിഡസ്, ബാസില്ലസ് റാമോസസ്, അസറ്റോബാക്ടർ എക്സെട്ര. ഇനി എന്താണ് മക്കളെ പാരസൈറ്റിക് ബാക്ടീരിയ? ദീസ് ബാക്ടീരിയ ഒബ്റ്റെയിൻ ദെയർ ന്യൂട്രീഷൻ ഫ്രം ദ ടിഷ്യൂസ് ഓഫ് ദ ഹോസ്റ്റ്. അവർ ഏത് ഹോസ്റ്റ് സെല്ലിലാണോ ജീവിക്കുന്നത് അതിൽ നിന്ന് അവരുടെ ടിഷ്യൂസിൽ നിന്ന് ഇവർ ന്യൂട്രിയൻസ് എടുക്കുന്നതിന് എന്ത് പറയുന്നു? പാരസൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നു. പാരസൈറ്റ് ചിലപ്പം ഹാംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ഡിസീസസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനും ആനിമൽസിനൊക്കെ ഡിസീസ് ഉണ്ടാക്കുന്ന പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെന്ന് പറയും പാത്തോജനിക് ബാക്ടീരിയാസ് എന്ന് പറയും, അല്ലെങ്കിൽ പാത്തോജനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സാമ്പിൾ ഏതൊക്കെ വരുന്നത്? ബാസില്ലസ് ടൈഫോസസ്, ബാസില്ലസ് ആന്ത്രാസിസ്, ബാസില്ലസ് ടെറ്റനി, ബാസില്ലസ് ഡിഫ്തീരിയ, ബാസില്ലസ് ട്യൂബർക്ലോസിസ് എക്സെട്ര എക്സെട്ര, വിബ്രിയോ കോളറെ, അങ്ങനെ കുറേ ആൾക്കാർ ഇതിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി എന്താണ് സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇറ്റ് സപ്പോർട്ട് എ ക്ലോസ് അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസംസ് ആസ് സിംബയോണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ടൊരു ക്ലോസ് അസോസിയേഷൻ ഉള്ള ആളുകൾ എന്ന് പറയുന്നു സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നു. ദേ ആർ ബെനിഫിഷ്യൽ ടു ദ ഓർഗാനിസംസ്. അത് ഓർഗാനിസത്തിന് എന്താണ്? ബെനിഫിഷ്യലാണ്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. എക്സാമ്പിൾ ബാസില്ലസ് റാഡിസിയോള, ബാസില്ലസ് അസറ്റോബാക്ടർ, റൈസോബിയം, ക്ലോസ്ട്രിഡിയം എക്സെട്ര. അപ്പോൾ ഇവരെന്താ കാര്യമായിട്ട് ഇവരെവിടെ കാണപ്പെടുന്നു മക്കളെ? ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇവർ കാണപ്പെടുന്നത്. അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള നൈട്രജനെ ഇവർക്ക് ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ബാക്ടീരിയാസിനെ ന്യൂട്രീഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? So thank you for watching this video. If you like this video, please share and subscribe. Thank you.